ഇന്ന് ജൂൺ 1 സ്കൂൾ തുറപ്പ് ദിവസം. രാവിലെ എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷവും സങ്കടവും ഒരേപോലെ തോന്നി. സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ പിള്ളേരൊക്കെ പഠിച്ച് വലുതാകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോരം ചോദ്യങ്ങൾ അവർ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് ചിരി വന്നു. ഇനി സങ്കടം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ പറയാം. ഇനി നമുക്ക് ചെറിയൊരു സേമിയ കുതിയുടെ കഥയിലേക്ക് പോകാം. കുറേ നാളുകൊണ്ട് അമ്മയുടെ ആഗ്രഹമാണ് സേമിയ പായസം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. കൊച്ചുങ്ങൾ എന്നായെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മൾ വേണ്ട സഹായിച്ചു കൊടുക്കാൻ അമ്മമാര്. ഒരു മാസം മുന്നേ ഒരു വേമസിലി വാങ്ങിച്ച അതിൻ്റെ കൂടെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എൻ്റെ ആ ഒരു വിശപ്പിൻ്റെ അതിതീവ്രത മൂലം അത് എവിടെയൊക്കെയോ പോയി. ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ച് അമ്മ ഉണ്ടാക്കാൻ പോയപ്പോഴാണ് സാധനങ്ങളെല്ലാം കളവ് പോയത് അമ്മ കണ്ടത്. വേമസിലി മാത്രമേ ഉള്ളൂ. ഇത് വാങ്ങാനായിട്ട് കടയിലേക്ക് വിട്ടത് ഈ എന്നെ തന്നെ. പായസത്തിന് ആവശ്യമായ ഓരോ സാധനങ്ങളും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ലിസ്റ്റ് എഴുതി തന്നാ പോരെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ മറുപടി ഇതായിരുന്നു: ഒരു എംകോങ്കാരിക്ക് ഇത്ര പോലും ഓർമ്മ നിൽക്കില്ലേ എന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് മനസ്സിൽ മന്ത്രം ഉരുവിടുന്ന പോലെ ഓരോ ഐറ്റംസ് പറഞ്ഞ് ഞാൻ കട വരെ എത്തി. കടയിൽ ചെന്നപ്പം സ്വാഭാവികം പറഞ്ഞ രണ്ട് കൂട്ടങ്ങൾ അവിടെയില്ല. മുന്തിരിയില്ല, ചവരിയില്ല. മുന്തിരിയില്ലാത്ത പായസത്തെ പറ്റി പറയുന്ന അമ്മയെ ജോലിയില്ലാത്ത ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പായസം റെഡിയായി. ഇനി എൻ്റെ ദുഃഖത്തെപ്പറ്റി പറയാം. ആ ഒരു സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ ശരിക്കും ഞാനിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഹോംവർക്ക് ചെയ്യാത്തതിന് കൃഷ്ണ ടീച്ചർ അടിക്കുമോ എന്ന് പേടിച്ച് പനിയാന്ന് കള്ളം പറഞ്ഞ് വീട്ടിലിരിക്കുന്നതും, അതേപോലെ അടിച്ചു കഴിഞ്ഞാൽ വേദന അറിയാതിരിക്കാൻ കുരുമുളക് അടിച്ചാൽ മതി എന്ന് പറയുന്നതും, അങ്ങനെ എത്ര മധുരമുള്ള ഓർമ്മകൾ. ആ കുഞ്ഞു നോവുകൾ ഈ ഒരു മധുരത്തിൽ അലിഞ്ഞ് ഇല്ലാണ്ടായി.